എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഉഗ്രൻ ടേസ്റ്റിൽ ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ, അങ്ങനത്തെ രീതിയിലുള്ള നല്ല അടിപൊളി കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചോറ് കഴിക്കാൻ മറക്കരുതേ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചട്ടിയാണ്. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇത് കടപടാന്ന് നന്നായിട്ട് പൊട്ടിത്തെറിക്കണം. എന്നാലേ നമ്മുടെ കറിക്കൊരു രുചി കിട്ടുള്ളൂ. നമ്മളെപ്പോഴും എണ്ണ തിളച്ചതിന് ശേഷം വേണം കടുക് പൊട്ടിക്കാൻ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സംഭവങ്ങൾ നമ്മളോട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ കറി വയ്ക്കാൻ എടുക്കാം. എൻ്റെ കൈ കിട്ടിയ ഒരു മീനാണ് ഞാനിപ്പോൾ കറി വയ്ക്കാൻ എടുക്കുന്നത്, നമ്മുടെ ചാള. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി, കടുക് പൊട്ടിത്തെറിച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി. അത് ചതച്ച് വേണമെങ്കിലും ഇടാം, അരിഞ്ഞ് വേണമെങ്കിലും ഇടാം, അരച്ച് വേണമെങ്കിലും ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതും നമുക്ക് ചതച്ചിടാം, അരച്ചിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ മുഴുവനോടെ തൊലി കളഞ്ഞ് മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1-2 പച്ചമുളകും കൂടി രണ്ടായിട്ട് കീറുകയോ നടുകയോ കീറുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇട്ട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ആ സാധനങ്ങളെടുത്ത് ഇളക്കി പറക്കി എടുക്കുക. ഇതിൻ്റെ ക്വാണ്ടിറ്റികളെല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന അത്ര ഒരു 10 ചാളയോളം വരും. അത്ര സാധനത്തിനാണ്, അത്രയും ചാളയ്ക്കുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. അപ്പോൾ അതിനായിട്ടാണ് ഇത്രയും സംഭവങ്ങൾ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ഉള്ളി അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ഒരു സവാള, ഈ ചെറിയ സവാളയ്ക്ക് പകരം വലിയ ഒരു സവാള വേണമെങ്കിലും എടുക്കാം. കുഞ്ഞുള്ളി വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് ഉള്ളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ കയറി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 കുട്ടി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അതിനുശേഷം മാത്രം നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും പൊടിവർഗ്ഗങ്ങളില്ല, കുറച്ച് തന്നെ ഉള്ളൂ. പക്ഷേ ഐറ്റം സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ ഉടയാത്ത തക്കാളിയെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ തവി വെച്ച് ഉടച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി നല്ല വൃത്തിയിൽ ഉടച്ച് പറക്കിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, ഉലുവാപ്പൊടി ആവശ്യത്തിന്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം ഉലുവ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ,
കടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് വരും. പിന്നെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, നോർമൽ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മതി. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ പൊടി ഇടുന്നതിന് മുന്നേ നമ്മുടെ തീ കുറച്ച് വെച്ചിരിക്കണം. ഗ്യാസിൻ്റെ തീ കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലാണ് കത്തിക്കണമെങ്കിൽ അടുപ്പിൽ തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് എടുക്കുക. ഇത് കണ്ടോ, ചട്ടിയിൽ നിന്ന് നമ്മുടെ ഈ അരപ്പുകളെല്ലാം വിട്ട് വന്നിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ആ പരുവാകുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അത് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചാള ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ചാള ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചാള മീൻ മുളകിട്ട് വെച്ച് കഴിക്കുന്നത് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും നമ്മൾ കറി വയ്ക്കുക, കഴിക്കുക എല്ലാം ചെയ്യണത്. ഞാനിങ്ങനെയാണ് എൻ്റെ മുളകിട്ട മീൻ കറി വയ്ക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. വേറെ ഒറ്റ കറിയും വേണ്ട, കുറച്ച് ചോറും കറിയും മാത്രം മതി. ഒരു 2 പ്ലേറ്റ് ചോറെങ്കിലും അകത്തും. അത്ര സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വറ്റിയാൽ മാത്രം മതി. നമ്മുടെ വീഡിയോസ് എല്ലാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം.